സി കാപ്പൻ കേരളത്തിലെ രണ്ടാമത്തെ പണക്കാരനായ MLA. 28 കോടിയുടെ ആസ്തി കാപ്പന് സ്വന്തം. കിഴത്തടിയൂർ ബാങ്കിൽ തിരിച്ചടയ്ക്കാത്ത 2 കോടി, കുടുംബാംഗങ്ങളുടെ 1.5 കോടിയും അടക്കമായി 5 കോടിയുടെ ബാധ്യതയും. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആസ്തിയുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് പാലാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പൻ. മാത്യു കുഴൽനാടന് തൊട്ടുപിന്നിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ മാറിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. 2026 മാർച്ച് 21-നാണ് കാപ്പൻ തന്റെ ഔദ്യോഗിക സത്യവാങ്മൂലം സമർപ്പിച്ചത്. സത്യവാങ്മൂലം പ്രകാരം അദ്ദേഹത്തിന്റെ ആകെ ആസ്തി 27,93,30,624 രൂപയാണ്. ഏകദേശം 28 കോടി രൂപ. ഇതിൽ വലിയൊരു ഭാഗവും, അതായത് 27.20 കോടി രൂപയും അദ്ദേഹത്തിന്റെ കൈവശമുള്ള കൃഷിഭൂമികളും തോട്ടങ്ങളുമാണ്. പാലായിലെ ഭൂസ്വത്തുക്കൾക്ക് പുറമെ മേഘാലയയിൽ ഏകദേശം 45 ഏക്കർ സ്ഥലവും 800 ഏക്കറോളം വരുന്ന തോട്ടത്തിൽ 11% ഓഹരിയും അദ്ദേഹത്തിനുണ്ട്. ജംഗമ ആസ്തികളുടെ വിഭാഗത്തിൽ 73.30 ലക്ഷം രൂപയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാഹനങ്ങൾ 22 ലക്ഷം രൂപ വിലമതിക്കുന്ന 2019 മോഡൽ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയും 6.13 ലക്ഷം രൂപയുടെ 2016 മോഡൽ മാരുതി സ്വിഫ്റ്റും ഉൾപ്പെടുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ പേരിൽ 120 ഗ്രാമും ഭാര്യയുടെ പേരിൽ 800 ഗ്രാം സ്വർണവുമുണ്ട്. 4,95,64,402 രൂപ, അതായത് ഏകദേശം 5 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആകെ ബാധ്യത, അഥവാ കടമായി സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇദ്ദേഹത്തിന്റെ ആകെ ബാധ്യതയായ 4,95,64,402 രൂപയിൽ വലിയൊരു ഭാഗം പാലാ കിഴത്തടിയൂർ ബാങ്കിലെ വായ്പകളാണ്. മാണി സി കാപ്പൻ അദ്ദേഹത്തിന്റെ പേരിൽ മാത്രം കിഴത്തടിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ 2,21,11,833 രൂപ ബാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും പേരിൽ ഇതേ ബാങ്കിൽ ഏകദേശം 1.5 കോടിയിലധികം രൂപയുടെ വായ്പകൾ വേറെയുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ മാണി സി കാപ്പൻ 12ാം ക്ലാസ് പാസ്സായതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1977 കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിലുള്ള മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇരിഞ്ഞാലക്കുട ക്രിസ്റ്റ് കോളേജിൽ നിന്നുമാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഡിഗ്രി പാസ്സായതായി പരാമർശമില്ല. ക്രിമിനൽ കേസുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിനെതിരെ ആകെ 12 കേസുകൾ നിലവിലുണ്ട്. ഇതിൽ പ്രധാനമായും വിശ്വാസ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചുള്ള കേസുകളും ഉൾപ്പെടുന്നു.